എൻക്ലെക്സ് ആർ എൻ റിപ്പീറ്റഡ് ആയിട്ട് ഫെയിൽ ആകുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതേത് ക്വസ്റ്റ്യൻ ആണെന്നും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ടൈപ്പിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ദ നഴ്സ് ഇസ് അസസിംഗ് എ ക്ലയൻറ്റ് വിത്ത് ഹൈപ്പോതൈറോയിഡിസം. Which finding indicates to the nurse that the child's levothyroxine dose is too high? Select all that apply. Tachycardia, weight loss, puffy facial features, hypotension, difficulty sleeping, intolerance to cold. So ഇതൊരു സാറ്റ ക്വസ്റ്റ്യൻ ആണ്. സാറ്റ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമ്മൾ പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഹൈപ്പോതൈറോയിഡിസം എന്ന കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ചൈൽഡ്സ് ലിവോതൈറോക്സിൻ ഡോസ് ഹൈ ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എൻക്ലെക്സ് ആർ എൻ ക്രിട്ടിക്കലി തിങ്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ബൈ ഹാർട്ട് ചെയ്ത് വെച്ച നോളജ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇപ്പോൾ, അല്ലേ? അതായത് തിയറീൻ്റെ ബേസിസ് നമുക്ക് ആവശ്യമാണ്. തിയറി എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഹൈപ്പോതൈറോയിഡിസം, എന്താണ് ലിവോതൈറോക്സിൻ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ബട്ട് എൻക്ലെക്സിൽ വരുമ്പോൾ ഇത് ഈ ഹൈപ്പോതൈറോയിഡിസം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അതും ലിവോതൈറോക്സിനോട് കണക്ട് ചെയ്ത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സിംറ്റംസോടെ കണക്ട് ചെയ്ത് തിങ്ക് ചെയ്ത് ആൻസറിലോട്ട് എത്താൻ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് തിയറി മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് ഒരു ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസിയാണ്, അല്ലേ? സോ ഒരു ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലിവോതൈറോക്സിൻ കൊടുക്കുന്നത്. ഓക്കെ, നൗ ഹൈപ്പോതൈറോയിഡിസം ഒരു ഹോർമോണൽ ഡെഫിഷ്യൻസിയാണ്. ഹൈപ്പോതൈറോയിഡിസം ഫിക്സ് ചെയ്യാനായിട്ടാണ് ലിവോതൈറോക്സിൻ കൊടുക്കുന്നത്. നൗ ഹൈപ്പോ ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു അക്രോണിം യൂസ് ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം. ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, എനർജി, അപ്പറ്റൈറ്റ്, മെറ്റാബോളിസം. സോ ഇവിടെ നമുക്ക് ഹൈപ്പോ എന്ന് മെൻഷൻ ചെയ്യാം, ഇവിടെ ഹൈപ്പർ എന്ന് പറയാം. ഓക്കെ, സോ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറയുക എന്നാണ്. അപ്പം ഈ ഹാർട്ട് റേറ്റും ടെമ്പറേച്ചറും എനർജി ലെവലും അപ്പറ്റൈറ്റും മെറ്റബോളിസവും എല്ലാം കുറയുകയാണ് ഹൈപ്പോയിൽ ചെയ്യുന്നത്. ഹൈപ്പറിൽ ഇതെല്ലാം കൂടുകയാണ്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ഈ അക്രോണിം ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക, HTEAM. ഓക്കെ, സോ ഹാർട്ട് റേറ്റ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, എനർജി കൂടുന്നു, അപ്പറ്റൈറ്റ് കൂടുന്നു, മെറ്റബോളിസം കൂടുന്നു. എവിടെയാണ്? ഹൈപ്പറിൽ. ഓക്കെ, ഹൈപ്പോയിൽ അതെല്ലാം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നോ ഇനി ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഹൈപ്പോതൈറോയിഡിസം എന്നാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ബ്ലൈൻഡ് ആയിട്ട് വായിച്ച് ആൻസറിലോട്ട് ജസ്റ്റ് പിക്ക് ചെയ്ത് വെറുതെ ചെയ്തു പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇത് തെറ്റിച്ച് ചെയ്യും. കാരണം ഹൈപ്പോതൈറോയിഡിസത്തിൽ അവർ ഫോക്കസ് ചെയ്യും, ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ സിംറ്റത്തിലൊക്കെ ഫോക്കസ് ചെയ്യും. ഇവിടെ ഒരു ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ഹോർമോൺ നമ്മൾ കൊടുക്കുകയാണ്, അല്ലേ? ലിവോതൈറോക്സിൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ലിവോതൈറോക്സിൻ്റെ ഡോസ് കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം ആണ് അവിടെ സംഭവിക്കുന്നത്, അല്ലേ? സോ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് അല്ല നമ്മൾ നോക്കേണ്ടത്, ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് വേണം നോക്കാനായിട്ട്. ഓക്കെ, സോ ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ആൻസർ അവിടെ എല്ലാം തെറ്റിപ്പോവും. സോ അത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. തിയറി മാത്രം പോരാ. ഹൈപ്പോതൈറോയിഡിസത്തിലോ ലിവോതൈറോക്സിൻ എന്ന ഡ്രഗിലോ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. എസ്പെഷ്യലി ഇങ്ങനെ സിംറ്റംസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എല്ലാ സിംറ്റംസും ഒന്നും പലരും ഓർത്തിരിക്കില്ല. ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റം എന്താണ് അതൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ടായിരിക്കും വരിക. ഇങ്ങനെ ആക്രോണിം വെച്ച് പഠിച്ചു വെക്കുക. ആൻഡ് ദെൻ എന്ത് ചെയ്യണം? അത് മാത്രം പോരാ, ഇത് കണക്ട് ചെയ്ത് ഹൈപ്പോതൈറോയിഡിസം ബേസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പോയാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. സോ ഇവിടെ ലിവോതൈറോക്സിൻ കൊടുക്കുന്നത് കൊണ്ട് എനി ടൈം നമ്മൾ ഒരു ഹോർമോണൽ ഡെഫിഷ്യൻസി ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ഹോർമോൺ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം അല്ല, ഇവിടെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഫോക്കസ് ചെയ്യുക. സോ ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാം കൂടുകയാണെന്ന് പറഞ്ഞല്ലേ, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, എനർജി, അപ്പറ്റൈറ്റ്, മെറ്റബോളിസം എല്ലാം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് വരാം. ഇവിടെ വളരെ ക്ലിയർ ആണ്, ടക്കികാർഡിയ, ഹാർട്ട് റേറ്റ് കൂടുകയാണ്, അല്ലേ? അപ്പോൾ ടക്കികാർഡിയ വരും, ചൂസ് ചെയ്യുക. വെയിറ്റ് ലോസ്. നോ വെയിറ്റ് ലോസ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. സോ ഹൈപ്പോതൈറോയിഡിസത്തിൽ അപ്പറ്റൈറ്റ് കുറവാണ്, വിച്ച് മീൻസ് ഫുഡ് അവർ കഴിക്കുന്നില്ല, അല്ലേ? ഫുഡ് കഴിക്കുന്നില്ല, ബട്ട് മെറ്റബോളിസവും കുറവാണ്. അതുകൊണ്ടാണ് ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അതായത് അവർ ഫുഡ് കഴിക്കുന്നില്ല, മെറ്റബോളിസം കുറവാണ്, അതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ആണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ അപ്പറ്റൈറ്റ് കൂടുതലാണ്, അവർ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും, ബട്ട് മെറ്റബോളിസവും കൂടുതലാണ്, അതുകൊണ്ട് എന്ത് സംഭവിക്കും? വെയിറ്റ് ലോസ് സംഭവിക്കുന്നു. സോ ഇങ്ങനെ വേണം അത് മനസ്സിലാക്കി വെക്കാനായിട്ട്. പലരും പഠിച്ചു വെക്കുന്നത്
ഹൈപ്പോ ആണല്ലോ. അപ്പോൾ ഹൈപ്പോയുടെ ഓപ്പോസിറ്റ് ആണ് വെയിറ്റ് ഗെയിൻ. വെയിറ്റ് കൂടുകയാണ്, കുറയുകയല്ല. അതിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ ബൈഹാർട്ട് ചെയ്താണ് വെക്കുന്നത്. അങ്ങനെയല്ല, ഇതെല്ലാം കണക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. സോ അപ്പറ്റൈറ്റ് കുറയുന്നു, പക്ഷേ മെറ്റബോളിസവും കുറവായതുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് ഗെയിൻ നടക്കുന്നത്. മറ്റടുത്ത് അപ്പറ്റൈറ്റ് കൂടുതലാണ്, മെറ്റബോളിസവും കൂടുതലാണ്, അതുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാലേ വേറൊരു ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഓക്കെ ഹൈപ്പോ വരുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഗെയിൻ കൂടുന്നു, അപ്പോൾ വെയിറ്റ് ഗെയിൻ അങ്ങനെയൊന്നും ഒരിക്കലും പഠിച്ചു വെക്കരുത് എൻക്ലെക്സിൽ കേട്ടോ. സോ ടക്കികാർഡിയ ഇവിടെ കറക്റ്റാണ്. വെയിറ്റ് ലോസ് നമ്മൾ പറഞ്ഞു, ഹൈപ്പർ തൈറോയിഡിസത്തിൽ വെയിറ്റ് ലോസ് ഉണ്ടാകും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പറ്റൈറ്റ് കൂടുതലാണ്, മെറ്റബോളിസവും കൂടുതലാണ്, അതുകൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാകും. പഫി ഫേഷ്യൽ ഫീച്ചർ. പഫിനെസ് എന്ന് പറയുന്നത് ഫേസിൽ ഒരു എഡിമ പോലെയാണ് അല്ലേ. ഇവിടെ ഹൈപ്പോയിലാണ് വെയിറ്റ് ഗെയിൻ അല്ലേ. വെയിറ്റ് ഗെയിൻ ആകുമ്പോഴേ പഫി ഫേഷ്യൽ ഫീച്ചേഴ്സ് അവിടെ ഉണ്ടാകുകയുള്ളൂ. ഹൈപ്പറിൽ വെയിറ്റ് ലോസ് ആണ്. അപ്പം ഇത് റോങ് ആണെന്ന് മനസ്സിലാക്കുക. ഹൈപ്പോ ടെൻഷൻ. സോ ഹൈപ്പർ തൈറോയിഡിസത്തിലെല്ലാം കൂടുകയാണ് ചെയ്യുന്നത്, ഹൈപ്പോ അല്ല. ഓക്കെ, സോ അതും ഇൻകറക്റ്റ് ആണ്. ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ്. അഗൈൻ ഇങ്ങനെ ഒരു സിംറ്റം നമ്മൾ ഹൈപ്പോ തൈറോയിഡിസത്തിലോ ഹൈപ്പർ തൈറോയിഡിസത്തിലോ പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെയല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ എനർജി കൂടുതലാണ് അല്ലേ. ഹൈപ്പർ തൈറോയിഡിസത്തിൽ എനർജി കൂടുതലാണ്. സോ എനർജി കൂടുതലാകുമ്പം സ്ലീപ്പിംഗ് കുറവായിരിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. അടുത്തത് ഇൻടോളറൻസ് ടു കോൾഡ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് ടെമ്പറേച്ചർ കുറവും, ഹൈപ്പറിൽ ടെമ്പറേച്ചർ കൂടുതലുമാണ്. ഹൈപ്പർ ഉള്ളവർക്ക് ഹീറ്റ് വളരെ കൂടുതലാണ്, അവർക്ക് എപ്പോഴും ഇങ്ങനെ ഹോട്ട് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അവർക്ക് ഇൻടോളറൻസ് ടു ഹോട്ടാണ് വരിക, കോൾഡ് അല്ല. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഹൈപ്പറിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്കിത് എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റിയത്. ഹൈപ്പോയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് നമ്മൾ ചൂസ് ചെയ്യും, ആൻസേഴ്സ് തെറ്റിപ്പോവും. സോ ക്വസ്റ്റിനകത്ത് കാണുന്ന കണ്ടീഷൻ അതേപോലെ നമുക്ക് ജസ്റ്റ് ഹൈപ്പോ തൈറോയിഡിസം കണ്ടു, അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻസിൽ മാത്രമല്ല നമ്മൾ ക്രിറ്റിക്കൽ തിങ്കിങ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ അല്ലായിരിക്കും ചിലപ്പം ഹൈപ്പോ തൈറോയിഡിസം വേറൊരു ക്വസ്റ്റ്യനിൽ കൊടുക്കുന്നത്. സോ പല ക്വസ്റ്റ്യൻ്റെ പല പല സ്ട്രാറ്റജീസ് ചെയ്ത് മനസ്സിലാക്കിയാലേ നമുക്ക് എൻക്ലെക്സിന് ആൻസർ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഹൈപ്പോ ഹൈപ്പർ എന്താണെന്ന് തിയറി മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. തിയറി എങ്ങനെ ക്വസ്റ്റ്യനുമായിട്ട് ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസറിലോട്ട് എത്താം എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക ചെയ്യേണ്ടത്. അതിന് തിയറിയുടെ മാത്രം നോളജ് അല്ല ആവശ്യം, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്രോപ്പർ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കാഡമിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ തന്നെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.